എല്ലാവർക്കും നമസ്കാരം. ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെ തിരഞ്ഞെടുക്കാം, അതിന്റെ 10 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഇന്ന് നോക്കുന്നത്. അതായത് അത് കമ്പനി ഏത് സെലക്ട് ചെയ്യാം എന്ന് മാത്രമല്ല, നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ 10 സ്റ്റെപ്പ് പ്രോസസ്സ് 10 സ്റ്റെപ്പ് പ്രോസസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നവർക്കും പോർട്ടിംഗ് ചെയ്യുന്നവർക്കും ഈ വീഡിയോ ഉപയോഗപ്രദമായിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിംഗ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏത് കമ്പനി, 25ഓളം കമ്പനികൾ ഇന്ത്യയിലുണ്ട്, അതിൽ ഏത് കമ്പനി എടുക്കണം എന്നുള്ളതല്ല. ശരിക്കും ഫസ്റ്റ് കമ്പനി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലെയിം റിജക്ഷൻസ് മാക്സിമം കുറയ്ക്കണമെങ്കിൽ നമ്മൾ എക്സിസ്റ്റിംഗ് ഇൽനെസ് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. നമുക്കറിയാവുന്ന എല്ലാ അസുഖങ്ങളും ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ്. 60 മുതൽ 70% വരെ ക്ലെയിം റിജക്ഷൻ എക്സിസ്റ്റിംഗ് ഇൽനെസ് പറയാത്തത് കൊണ്ടാണെന്നാണ് സർവേ റിപ്പോർട്ടുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ള അസുഖങ്ങൾ എന്തായാലും കമ്പനിയോട് പറയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലെയിം റിജക്ഷൻ കുറയ്ക്കാൻ കഴിയും. അതായത് BP, ഡയബറ്റീസ് പോലത്തെ എന്ത് അസുഖങ്ങളാണ്, എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടോ, കണ്ടിന്യൂസ് മെഡിക്കേഷൻ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ. ഇതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു കേട്ടതാണ്. ക്ലെയിം റിജക്ഷൻ വന്നതിന് കാരണം പറഞ്ഞത്, ആൻജിയോഗ്രാം എന്ന് വെച്ചാൽ ഒരു ടെസ്റ്റാണ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. ആ ടെസ്റ്റ് ചെയ്തത് കമ്പനിയോട് പറഞ്ഞില്ല. ഒരു 6-7 months കഴിഞ്ഞപ്പോൾ ഒരു ഹാർട്ട് റിലേറ്റഡ് ഒരു പ്രശ്നം വന്ന സമയത്ത് ഈ ആൻജിയോഗ്രാം പറയാത്തത് കാരണം ക്ലെയിം ഇപ്പോഴും ഹോൾഡിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ചെയ്തത് പോലും പറയണം. കാരണം എന്താ വെച്ചാൽ അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഈ ഇൻഷുറൻസിലെ പ്രപ്പോസൽ ഫോമില് ഹാവ് യു അണ്ടർഗോൺ എനി ഇൻവെസ്റ്റിഗേഷൻ ടെസ്റ്റ് ഇൻ ദ റീസെന്റ് ടൈംസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെ ആള് നോ ടിക്ക് ചെയ്തു. അതിനുശേഷം ഈ ഹാർട്ട് റിലേറ്റഡ് പ്രശ്നം വന്നപ്പോൾ ഡോക്ടറോട് ആൻജിയോഗ്രാം ചെയ്ത് പറഞ്ഞു. അപ്പോൾ മിസ്മാച്ച് ആയി. അപ്പൊ നമ്മൾ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. അതായത് എക്സിസ്റ്റിംഗ് ഇൽനെസ് പറയണം. എന്തെങ്കിലും ഇതുപോലെ മേജർ ടെസ്റ്റുകൾ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണം. ഇതുപോലെ തന്നെ നമ്മൾ നെവർ ലൈ ടു എ ഡോക്ടർ, ലോയർ ആൻഡ് പോലീസ്. അങ്ങനെ അതായത് ഒരിക്കലും നിങ്ങളുടെ വക്കീലിനോടോ പോലീസിനോടോ നിങ്ങളെ ഡോക്ടറോടോ നുണ പറയരുത് എന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇൻഷുറൻസ് കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ ക്ലെയിം സെറ്റിൽമെന്റ് വളരെ സ്മൂത്ത് ആയിരിക്കും. ക്ലെയിം കൃത്യമായി കിട്ടണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പനി സെലക്ട് ചെയ്യുന്നതിനേക്കാളും വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഏത് കമ്പനി സെലക്ട് ചെയ്താലും എക്സിസ്റ്റിംഗ് ഇൽനെസ്സുകൾ വ്യക്തമായിട്ട് പറയുക എന്നുള്ളത്. അത് ആണ് നമ്മുടെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് സ്റ്റെപ്പും കമ്പനി സെലക്ഷൻ അല്ല. നമ്മൾ എന്ത് ഹെൽത്ത് ഇൻഷുറൻസ് അല്ല, ഏത് പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും അതിന് കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും. ഹെൽത്ത് ഇൻഷുറൻസിലാണെങ്കിൽ കുറെ എക്സെപ്ഷൻസ് ഉണ്ട്. അത് എക്സെപ്ഷൻസ് അല്ലെങ്കിൽ വെയിറ്റിംഗ് പീരീഡ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് 30 days നമുക്ക് ആക്സിഡന്റ് മാത്രമേ കിട്ടുള്ളൂ, ഹോസ്പിറ്റലൈസേഷൻ കിട്ടില്ല. അതുപോലെ തന്നെ 2 year വെയിറ്റിംഗ് പീരീഡ് ഉള്ള ഒരു 19 അസുഖങ്ങളുണ്ട്. 2 year അതായത് കിഡ്നി സ്റ്റോൺ, ഗോൾ ബ്ലാഡർ സ്റ്റോൺ, സൈനസൈറ്റിസ്, വെരിക്കോസ് വെയിൻസ് പോലുള്ള 19 അസുഖങ്ങളുണ്ട്. ഈ അസുഖങ്ങൾക്ക് ഫസ്റ്റ് 2 years കിട്ടില്ല. അതുപോലെ തന്നെ പെർമനന്റ് വെയിറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ PD വെയിറ്റിംഗ് ഉണ്ട്. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ആണെങ്കിൽ നമുക്കൊരു 2 year 3 year വെയിറ്റിംഗ് വരാം. അപ്പോൾ ഈ വെയിറ്റിംഗ് പീരീഡിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് ധാരണ വേണം. ഒരു 20 മുതൽ 30% വരെ ക്ലെയിം റിജക്ഷൻ വരുന്നത് ഈ വെയിറ്റിംഗ് പീരീഡിലുള്ള സമയത്ത് നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ പോകുമ്പോൾ നമ്മുടെ ക്ലെയിം റിജക്ട് ആവുന്നതാണ്. അപ്പോൾ ഈ 2 പോയിന്റ്, ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് അതായത് എക്സിസ്റ്റിംഗ് ഡിസീസ് ഡിക്ലെയർ ചെയ്യുകയും, രണ്ടാമത്തെ പോയിന്റ് നമ്മൾ വെയിറ്റിംഗ് പീരീഡ്സിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ക്ലെയിം റിജക്ഷൻസ് 90% നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നർത്ഥം. അതുപോലെ തന്നെ പെർമനന്റ് എക്സ്ക്ലൂഷൻസിനെ കുറിച്ച് അറിയണം. അതായത് നമ്മൾ ഒരു കോസ്മെറ്റിക് സർജറി കിട്ടില്ല. നോൺ സ്റ്റാൻഡേർഡ് ഹോസ്പിറ്റൽ, അതായത് ഒരു കമ്പനി പറഞ്ഞിട്ടുള്ള നോൺ സ്റ്റാൻഡേർഡ് ഹോസ്പിറ്റൽ, ഇത്ര സൗകര്യങ്ങൾ വേണം എന്നുണ്ട് ഹോസ്പിറ്റൽ, അത് നോൺ സ്റ്റാൻഡേർഡ് ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതെങ്കിൽ കിട്ടില്ല. അതുപോലെ തന്നെ സെൽഫ് ഇൻഫ്ലിക്റ്റഡ് ഇഞ്ചുറി, നമ്മൾ സ്വയം നമ്മൾ മുറിവേൽപ്പിച്ചാൽ കിട്ടില്ല. അങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ പെർമനന്റ് എക്സ്ക്ലൂഷൻസ് ഉള്ളത് അതും മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ പോളിസി സ്പെസിഫിക് എക്സ്ക്ലൂഷൻസ് ഉണ്ടാവും. ചില പോളിസികളിൽ മെറ്റേണിറ്റി കിട്ടില്ല, ചില പോളിസികളിൽ ഡെന്റൽ ട്രീറ്റ്മെന്റ് കിട്ടില്ല. അപ്പോൾ ആ കാര്യം എക്സ്ക്ലൂഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ തന്നെ 20 മുതൽ 30% വരെ നമുക്ക് ക്ലെയിം റിജക്ഷൻ ഒഴിവാക്കാൻ സാധിക്കും. ഇത് പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് തന്നെ ക്ലെയിം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ക്ലെയിം റിജക്ഷൻസ് ഒഴിവാക്കാൻ ഈ 2 സ്റ്റെപ്പ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പാലിച്ചാൽ നമുക്ക് 90% വരെ നമുക്ക് ക്ലെയിം റിജക്ഷൻസ് ഒഴിവാക്കാം. ബെസ്റ്റ് കമ്പനി സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക.
ഈ തേർഡ് സ്റ്റെപ്പിലാണ് നമ്മൾ ഇന്ത്യയിലെ 20-25ഓളം കമ്പനികളിൽ നിന്ന് ബെസ്റ്റ് കമ്പനിയിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ നമ്മൾ കമ്പനി സെലക്ഷൻ ആരംഭിക്കുന്നത്. ആദ്യത്തെ 2 സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ കൃത്യമായിട്ട് എക്സിസ്റ്റിംഗ് ഇല്ലസോ മരുന്ന് കഴിക്കുന്നോ പറയുന്ന എന്നുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ എക്സ്ക്ലൂഷൻസ്, നമ്മുടെ എന്തൊക്കെ കിട്ടില്ല, എന്തൊക്കെ വെയിറ്റിംഗ് പീരീഡ് എന്ന് അറിയാം. മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് കമ്പനി സെലക്ഷൻ വരുന്നത്. അത് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതായത് എത്ര ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഏറ്റവും കൂടുതലുള്ള 100% കമ്പനീസ് വരെ ഉണ്ട്. ആ കമ്പനീസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പരിധിവരെ എല്ലാ ക്ലെയിമും നമുക്ക് ലഭിക്കുന്ന രീതിയിലുള്ള കമ്പനീസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലിസ്റ്റ് ഓഫ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഇന്ത്യയിൽ 12,000 ഹോസ്പിറ്റൽ എന്നല്ല, നമ്മുടെ സ്പെസിഫിക് ഏരിയയിൽ നമ്മൾ സാധാരണ പോകുന്ന ഹോസ്പിറ്റൽ കവറേജ് ക്യാഷ്ലെസ്സിൽ ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അതായത് ലിസ്റ്റിൽ 10,000 ഹോസ്പിറ്റൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഏരിയയിൽ, നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകൾ, നമ്മൾ പോകുന്ന ഹോസ്പിറ്റലിൽ ക്യാഷ്ലെസ് ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കംപ്ലൈൻസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 100 കേസുകൾ വരുമ്പോൾ അതിൽ എത്ര കംപ്ലൈന്റ് വരുന്നു, കംപ്ലൈന്റുകൾ ഏറ്റവും കുറച്ചുള്ള കമ്പനീസിന്റെ റേഷ്യോ IRD വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ ഒരു 10 കൊല്ലമെങ്കിലും ആയിട്ടുള്ള കമ്പനികളിൽ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുക. കാരണം അവരൊക്കെ ഒരു പ്രോഫിറ്റിലേക്ക് മൂവ് ചെയ്ത കമ്പനീസ് ആയിരിക്കും. അപ്പൊ നമുക്ക് അവരെ പൊതുവെ ക്ലെയിം കൊടുത്തു തുടങ്ങിയിട്ടുണ്ടാവും. ആദ്യം തുടക്കത്തിലുള്ള കമ്പനീസ് ആണെങ്കിൽ അവർ ക്ലെയിം റിജക്ഷനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു 10 കൊല്ലത്തിന് മുകളിലാണെങ്കിൽ എക്സ്പെർട്ടൈസ് കൂടിയ കമ്പനീസ് ആയാലും അങ്ങനെ കമ്പനീസ് സെലക്ട് ചെയ്യുക. ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി സെലക്ട് ചെയ്യണമെങ്കിൽ, നിങ്ങൾ കമ്പയർ ചെയ്ത് സെലക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഈ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ വിളിക്കാം. നാലാമത്തെ പോയിന്റ് ആണ് നമ്മളെപ്പോഴും ആദ്യം നോക്കുന്നത്. അതായത് പോളിസി വിത്ത് ബെസ്റ്റ് ഫീച്ചേഴ്സ്. ഇത് നാലാമത്തെ പോയിന്റ് ആയിട്ടേ വരുള്ളൂ. ആദ്യത്തെ പോയിന്റ് നമ്മൾ എല്ലാ കാര്യങ്ങളും, ഏത് കമ്പനി സെലക്ട് ചെയ്താലും ഏറ്റവും എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നതാണ്. എല്ലാ ഡിസീസസും, പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ്. രണ്ടാമത്തത് നമ്മൾ വെയിറ്റിംഗ് പീരീഡ്സിനെ കുറിച്ച് അറിയുന്നതാണ്. മൂന്നാമത്തത് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ, അങ്ങനെ കമ്പനി സെലക്ഷൻ ആണ്. നാലാമത്താണ് ഫീച്ചേഴ്സ് വരുന്നത്. ഫീച്ചേഴ്സിൽ വരുമ്പോൾ എനി റൂം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും അവിടെ സ്യൂട്ട് റൂം ഉണ്ടാവും, പ്രൈവറ്റ് AC റൂം ഉണ്ടാവും, വാർഡ് ഉണ്ടാവും. ഏത് ടൈപ്പ് റൂമാണോ അവൈലബിൾ അത് ഏതാണെങ്കിലും എടുക്കാൻ സാധിക്കുന്ന ഫീച്ചറുള്ള പോളിസിയാണ്. ഇപ്പോൾ പുതിയ ഇറങ്ങുന്ന ഒരുവിധം പോളിസികളിലൊക്കെ ആ ഫീച്ചേഴ്സ് തന്നെയാണ്. എനി റൂം ഉള്ള രീതിയിലാണ് പ്ലാൻ വരുന്നത്. അതുപോലെ തന്നെ കോ പേയ്മെന്റും സബ്ലിമിറ്റ്സും ഇല്ലാത്ത പ്ലാൻ എടുക്കുക. അതായത് നമ്മളിപ്പോൾ 1,00,000 രൂപ ബില്ല് വന്നു കഴിഞ്ഞാൽ അതിലൊരു 20% നമ്മൾ കൊടുക്കേണ്ടി വരിക എന്ന് ഉള്ള രീതിയിൽ പോളിസി എടുക്കരുത്. കാരണം 1,00,000 ചിലപ്പോൾ 20,000 കൊടുക്കേണ്ടി വരുള്ളൂ. 5 ലക്ഷമോ 10 ലക്ഷമോ ബില്ല് വന്നു കഴിഞ്ഞാൽ നമ്മൾ 2,00,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് വെക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കോ പേയ്മെന്റ് എന്നാണ് അതിന്റെ പേര്. കോ പേയ്മെന്റ് ഇല്ലാത്ത പോളിസീസ് എടുക്കുക. സബ്ലിമിറ്റ്സ് ഇല്ലാത്ത പോളിസി എടുക്കുക. അതായത് ഇന്ന അസുഖത്തിന് ഇത്ര രൂപ വരെ തരികയുള്ളൂ, ബ്രോക്കൺ ബോണിന് 40,000 രൂപ, അല്ലെങ്കിൽ ഇന്ന അസുഖത്തിന് ഇത്ര രൂപ, അങ്ങനെ സബ്ലിമിറ്റ്സ് ഇല്ലാത്ത പോളിസീസ് സെലക്ട് ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അഞ്ചാമത്തെ പോയിന്റ് വീണ്ടും നമ്മൾ ഫീച്ചേഴ്സ് തന്നെയാണ്. കൂടുതൽ ഫീച്ചേഴ്സ്, അതായത് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷന് മുന്നേ ഉള്ള 90 ദിവസത്തെ ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ 180 ദിവസത്തെ ട്രീറ്റ്മെന്റ് കോസ്റ്റ് വരുന്ന കമ്പനികളുണ്ട്. ഡിസ്ചാർജിന് ശേഷം നമുക്ക് 180 ദിവസം ഉള്ള ബിൽസ് സെറ്റിൽ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ കമ്പനി സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡേ കെയർ ട്രീറ്റ്മെന്റ്സ് കവർ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കമ്പനി പ്ലാനിൽ ആയുഷ് ട്രീറ്റ്മെന്റ് കവർ ചെയ്യുന്നുണ്ടോ ശ്രദ്ധിക്കണം. ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ കവർ ചെയ്യുന്നുണ്ടോ ശ്രദ്ധിക്കണം. അതായത് രോഗിയെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ റൂമില്ലാത്ത അവസ്ഥയാണെങ്കിൽ വീട്ടിലിരുത്തി ചികിത്സിക്കുന്നതിന് ഉള്ള ട്രീറ്റ്മെന്റ് ആണ് ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ. അത് കവർ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. എയർ ആംബുലൻസ് ഫെസിലിറ്റീസ് കൊടുക്കുന്ന, അത് മാക്സിമം കൊടുക്കുന്ന കമ്പനി സെലക്ട് ചെയ്യണം. ഇതൊക്കെയാണ് ഒരു അഞ്ചാമത്തെ പോയിന്റ്. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ട് ചെയ്യുമ്പോഴുള്ള പോയിന്റ്. ആറാമത്തെ പോയിന്റ് വരുന്നത് നമ്മൾ ബോണസ്, നോ ക്ലെയിം ബോണസ് നോക്കണം. ഇപ്പം ക്ലെയിം ചെയ്താലും നമുക്ക് ബോണസ് കിട്ടുന്ന പ്ലാനുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മാക്സിമം ബോണസുകൾ, അതായത് 500%, 600%, 100, അതായത് 10 ടൈംസ് ആവുന്ന പോളിസീസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് ഇമ്പോർട്ടന്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളൊരു 10 ലക്ഷം രൂപയുടെ പോളിസി എടുത്തു, പക്ഷെ നമ്മൾ 10 കൊല്ലം 15 കൊല്ലം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതൊരു 50 ലക്ഷം 60 ലക്ഷം 1 കോടി ആവുന്ന പോളിസീസ് മാർക്കറ്റിൽ അവൈലബിൾ. ഒന്നും നമ്മൾ ചെയ്തില്ലെങ്കിൽ തന്നെ, നമ്മൾ ക്ലെയിം ചെയ്താലും ഇല്ലെങ്കിലും ഇത് 50 ലക്ഷം 60 ലക്ഷം 1 കോടി ആവുന്ന പോളിസീസ് അവൈലബിൾ ആണ്. അപ്പോൾ എന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മുടെ ട്രീറ്റ്മെന്റ് കോസ്റ്റ് കൂടുതലായിരിക്കും. ഇത്രയും വലിയ എമൗണ്ട് വരും. കാരണം ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഫ്ലേഷൻ 14% നിൽക്കുന്നത്. അത് 14% എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, അത് ഒരു 4 കൊല്ലം 5 കൊല്ലം കൊണ്ട് ഡബിൾ ചെയ്യും. അതായത് ഇപ്പോൾ 5 ലക്ഷം വരുന്ന ട്രീറ്റ്മെന്റ് 4 കൊല്ലം കൊണ്ട് 10 ലക്ഷം, 8 കൊല്ലം കൊണ്ട് 20 ലക്ഷം ആവും. അതുകൊണ്ട് തന്നെ ബോണസ് ഏറ്റവും കൂടുതലുള്ള തരുന്ന പോളിസി സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അൺലിമിറ്റഡ് റെസ്റ്റോറേഷൻ തരുന്ന പോളിസി സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. റെസ്റ്റോറേഷൻ നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ
സമ്മർഷോട് തീർന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വീണ്ടും സമ്മർഷോട് ആഡ് ചെയ്യുന്ന ഫീച്ചറാണ് റെസ്റ്റോറേഷൻ. അത് അൺലിമിറ്റഡ് ടൈംസ് തരുന്ന പോളിസീസ് അവൈലബിൾ ആണ്. അങ്ങനത്തെ പോളിസീസ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ 6ാമത്തെ പോയിന്റ്. 7ാമത്തെ പോയിന്റ്, നമ്മുടെ ഏരിയയിൽ ബ്ലാക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഏതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ആ ഹോസ്പിറ്റലുകളിൽ നമുക്ക് ക്യാഷ്ലെസ്സും കിട്ടില്ല, അവിടെ പോയ റീഇംബേഴ്സ്മെന്റും കിട്ടില്ല. അപ്പൊ നമ്മുടെ സെലക്ട് ചെയ്യുന്ന കമ്പനിക്കോട് ബ്ലാക്ക് ലിസ്റ്റഡ് ഹോസ്പിറ്റൽ നമ്മുടെ ഏരിയയിൽ ഏതൊക്കെയാണെന്നുള്ളത് നോക്കി ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതാണ് നമ്മുടെ 7ാമത്തെ പോയിന്റ് വരുന്നത്, നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ഷൻ പ്രോസസ്സ്. IRDA 4 കൊല്ലം മുന്നെയാണ് പോർട്ടിംഗ് ഫെസിലിറ്റി ഇൻഷുറൻസ് കൊണ്ടുവന്നത്. ഏറ്റവും വലിയൊരു അഡ്വാൻസ്ഡ് ഫീച്ചർ ആയത്. കാരണം നമുക്ക് ഒരു കമ്പനി നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത കൊല്ലം പോർട്ട് ചെയ്യാം വിത്ത് സീനിയോറിറ്റി എന്നുള്ളത് വലിയൊരു ഫീച്ചർ തന്നെയാണ്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡേ ഒരു ക്ലെയിം വന്നാൽ തന്നെ കമ്പനിക്ക് തരേണ്ട ആവശ്യമുണ്ട് ക്ലെയിം. അതുകൊണ്ട് തന്നെ അണ്ടർറൈറ്റിംഗ് പ്രോസസ്സ് സാധാരണ ഒരു ഫ്രഷ് പോളിസി എടുക്കുന്നതിനേക്കാളും സീരിയസ് ആയിട്ട് ചെയ്യും. നമ്മുടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, പല ആളുകൾക്കും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ ഏത് കമ്പനിയിൽ നിന്നാണോ മറ്റൊരു കമ്പനിയിലേക്ക് മാറുന്നത് അപ്പോൾ നമ്മുടെ ഡാറ്റയും അങ്ങോട്ട് ട്രാൻസ്ഫർ ആവും എന്നുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അങ്ങനെ ആവില്ല. നമ്മൾ പോർട്ട് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും, നമ്മളുടെ മുൻ എക്സിസ്റ്റിംഗ് അസുഖങ്ങൾ, ഇപ്പോൾ കഴിക്കുന്ന മരുന്ന്, ഇൻ ബിറ്റ്വീൻ നമ്മൾ ആ കമ്പനിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള സമയത്ത് നമുക്ക് വന്നിട്ടുള്ള അസുഖങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ട് തന്നെ എടുക്കണം. അണ്ടർറൈറ്റിംഗ് വളരെ സ്ട്രോങ് ആണ്. എങ്കിലേ നമുക്ക് ക്ലെയിം റിജക്ഷൻ ഒഴിവാക്കാൻ സാധിക്കുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോസസ്സിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇത് ക്ലെയിം കിട്ടാൻ വേണ്ടിയാണ് ഈ പ്ലാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലെയിമിന്റെ സമയത്ത് നമ്മൾ പല ആളുകളെയും വിളിക്കാൻ സപ്പോർട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ കയ്യിൽ നമ്മൾ റെഡി ആക്കി വെക്കേണ്ടത് ഒന്ന് കമ്പനിയുടെ ടോൾ ഫ്രീ നമ്പർ, നമ്മുടെ കയ്യിൽ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ കയ്യിലൊക്കെ കൊടുക്കണം ടോൾ ഫ്രീ നമ്പർ. അതുപോലെ തന്നെ നമ്മുടെ ഏജന്റിന്റെ നമ്പർ നമ്മുടെ കയ്യിൽ വേണം. നമ്മുടെ ഓരോ ഫാമിലിയും ആരൊക്കെയാണോ ഫാമിലി അവരുടെ എല്ലാവരുടെയും കയ്യിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് നമ്പർ കൊടുക്കുക. പെട്ടെന്ന് വിളിക്കാൻ അവർക്കൊക്കെ സാധിക്കണം, ഏജന്റ് നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ എങ്ങനെയാണ് ക്യാഷ്ലെസിന്റെ പ്രോസസ്സ് നടക്കുന്നതെന്ന് അറിയാം. അതായത് 2 ടൈപ്പ് പ്രോസസ്സ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ പ്ലാൻഡ് ഹോസ്പിറ്റലൈസേഷൻ ഉണ്ട്. ഒരാഴ്ച അല്ലെ 10 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇൻഷുറൻസ് ഡെസ്കുമായിട്ട് ബന്ധപ്പെടുക. എന്നിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പ്രീ അപ്രൂവൽ മേടിച്ചു വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പോയിട്ട് ഒരു ക്ലെയിം റിജക്ഷനും വരില്ല. പെട്ടെന്നുള്ള ഹോസ്പിറ്റലൈസേഷൻ ആണെങ്കിൽ അപ്പോൾ തന്നെ ഇൻഷുറൻസ് ഡെസ്കുമായി ബന്ധപ്പെട്ട് പോകുക. ഇത് നമ്മൾ മാത്രമല്ല, നമ്മുടെ പോളിസിയിലുള്ള എല്ലാവരെയും ഇത് എങ്ങനെയാ ചെയ്യേണ്ടത്, ക്യാഷ്ലെസ് പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ ഒരു അവയർനെസ് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ റീഇംബേഴ്സ്മെന്റ് പ്രോസസ്സും കുറിച്ചും, അതായത് എന്തൊക്കെയാണ് കളക്ട് ചെയ്യേണ്ടത്, ഇതിനൊക്കെ നമുക്ക് ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മുടെ മാനേജർ സപ്പോർട്ട് ഉണ്ട്. റീഇംബേഴ്സ്മെന്റ് പ്രോസസ്സ് മുഴുവൻ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഒരു പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പുതിയ കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള 10 പോയിന്റുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യാൻ എന്നെ ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.